മീനച്ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇപ്പോൾ കേരളം. വൈപ്പിൻ മണ്ഡലം നിലനിർത്താൻ അഡ്വക്കേറ്റ് MB ഷൈനിയാണ് LDF കളത്തിലിറക്കിയത്. സ്വാശ്രയ സമരകാലത്ത് SFIയുടെ സമരമുഖങ്ങളിൽ ഒന്നായിരുന്നു MB ഷൈനി. ഈ മണ്ഡലത്തിൽ മുനമ്പം ഭൂസമരം അടക്കമുള്ള വിഷയത്തിൽ LDF കൃത്യമായി ഇടപെട്ടെന്ന ആത്മവിശ്വാസം സ്ഥാനാർത്ഥിക്കുണ്ട്. കഴിഞ്ഞ 4 വർഷങ്ങളായി 4 ടേമുകളെ CPM-നൊപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന വൈപ്പിൻ മണ്ഡലത്തിൽ ഇത്തവണ സിറ്റിംഗ് സീറ്റാണ്. ഇത്തവണ MB ഷൈനിയാണ് ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ എറണാകുളത്തെ സജീവ മുഖമായിരുന്നു. ആദ്യമായാണ് മത്സര രംഗത്തേക്ക് എത്തുന്നത്. സിറ്റിംഗ് മണ്ഡലമാണ്, അതിൻ്റെ ഒരു പ്രഷറുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ്, പക്ഷേ പ്രഷറില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും കട്ട സപ്പോർട്ടായി കൂടെയുണ്ട്. പ്രഷർ ഒട്ടുമേ ഇല്ല. 2004 വാരികയുടെ മുമ്പിൽ ചേച്ചി ഇങ്ങനെ ഓടുന്നൊരു പടം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ആ സമരക്കരുത്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനമല്ല? തീർച്ചയായും. അതുമാത്രമല്ല, നമ്മുടെ ജീവിത സാഹചര്യവും കൂടി നമുക്ക് കരുത്ത് പകരുമല്ലോ സ്വാഭാവികമായിട്ട്. തീർച്ചയായും സംഘടനാ പ്രവർത്തന രംഗത്തുണ്ടായ അനുഭവങ്ങൾ കരുത്താകും. തീർച്ചയാണത്. മുൻ MLA യുടെ ഒരു പ്രവർത്തനം കൂടുതൽ കരുത്താകുമോ മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായിരുന്നല്ലോ, ഭാഗമായിരുന്നല്ലോ മുൻ MLA ഒക്കെ. അപ്പോൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ വൈപ്പിൻ മണ്ഡലത്തിൽ നടത്തിയിരുന്നു. തുടർച്ചയായി ഇടതുപക്ഷം പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ്. അതിൻ്റെ എല്ലാ മാറ്റവും ഈ മണ്ഡലത്തിനകത്ത് കാണാൻ വേണ്ടി കഴിയും. ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ പഴയ വൈപ്പിനല്ല ഇപ്പോഴത്തെ വൈപ്പിൻ. ആ നിലയിൽ മാറ്റം കൊണ്ടുവന്നത് ഇടതുമുന്നണിയാണ്. അത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് തീർച്ചയായും മുൻകാലത്തെ നമ്മുടെ നേതാക്കന്മാർ MLA-മാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ തുടർച്ചയാണ് എന്നിലൂടെ നടപ്പാക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ വികസന പദ്ധതികളും ഉണ്ടാകും. ആ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ അത് സ്വീകരിക്കും എന്ന് തന്നെയാണ്. വിപക്ഷ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ കൂടിയാണ്. അത്തരം പദ്ധതികളൊക്കെ മനസ്സിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സ്ത്രീപക്ഷ പ്രാധാന്യമുള്ള പദ്ധതികൾ മനസ്സിലുണ്ട്. എല്ലാം ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. എന്നിരുന്നാലും കുറച്ചധികം പദ്ധതികളുണ്ട്. മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെയുള്ളത്. ആ തീരദേശവുമായി പ്രാദേശികമായി നിന്ന് പോകാൻ വേണ്ടി കഴിയുന്ന കുറച്ചുകൂടി ബെറ്റർ സാമ്പത്തികം ലഭിക്കുന്നതിന് അവർക്കുള്ള പദ്ധതികൾ എന്തായാലും ആവിഷ്കരിക്കും. മണ്ഡലം നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് MB ഷൈനിയുള്ളത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.